എന്താണ് ചേട്ടാ നമുക്കൊരു നീതിയില്ല, അവർക്ക് വേറെ നീതി, നമുക്ക് എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ കോടതിയെ സമീപിച്ചാൽ എനിക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അല്ലെങ്കിൽ എന്നെ എന്ത് പേരാ എന്നെ വിളിക്കുന്നത്? അതിന് നിങ്ങൾ എന്ത് പേര് എനിക്ക് തരും? ഈ സാധാരണ ഞാൻ പറയുന്നത് ഞാൻ നുണ പറയാറില്ല. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. ഞാൻ എൻ്റെ വൈഫിനെ ഇരുത്തിക്കൊണ്ടല്ല പറയണേ. കല്യാണത്തിന് മുന്നേ ആണോ ശേഷമാണോ ഈ ഒരു അനുഭവം ഉണ്ടായത്? കല്യാണത്തിന് മുമ്പോ ശേഷമോ അതിനെപ്പറ്റി ഒന്നും നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ പോയിട്ടുണ്ട് 3 വർഷമായിട്ട് ഒരാൾ 3 വർഷമായിട്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ അവസാനം അറിയണത് ഞാൻ വൈഫിനോട് പറഞ്ഞു. അപ്പം പറഞ്ഞു, എടി ഇതാണ് സംഭവം, ഇതായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അപ്പം അവരുടെ കാര്യങ്ങളും റിയൽ എസ്റ്റേറ്റും ഇതും ബിസിനസ് കാര്യങ്ങളും എല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്നത് ഞാനാ. അവര് അവസാനം എന്നോട് വന്ന് ചോദിച്ചു, അവരുടെ എന്തോ ഏക്കർ കണക്കിന് സ്ഥലവും ഇതൊക്കെ എഴുതി തരാം, പുള്ളിയെ വിട്ടു കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വർത്തമാനം അതെന്ത് ടോക്കാണ്, അതിൻ്റെ ആവശ്യമില്ല ഇത്ര നാളും. അപ്പം എന്നെ കട്ട് ചെയ്ത് തരും. ഇതൊക്കെ ഭയങ്കര കേൾവിയുള്ള. ഇല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ പറയാൻ ആർക്കാണ് ഇൻട്രസ്റ്റ്, ധൈര്യമുള്ളത്? ആരും പറയില്ല. ഇപ്പം ചേട്ടൻ പറഞ്ഞാൽ ആരും പറയില്ലല്ലോ. പറയൂ. ആരും പറയില്ല. അതിന് എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് ചങ്കൂറ്റമുണ്ട്. കാരണം എനിക്ക് എൻ്റെ വൈഫിനെയും എൻ്റെ പിള്ളേരെ നോക്കിയാൽ മതി. എൻ്റെ ആരോഗ്യവും എൻ്റെ എല്ലാം 6 പാക്കും എൻ്റെ ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് എന്നെ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ലേഡീസ് സർജൻസ് അല്ല പിന്നെ ഞാൻ ബൈസെക്ഷൻ അല്ല, ഇത് 3 വർഷം വരെ ഒന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് പിന്നെ ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ബോധമില്ല. അതിന് ഞാൻ ആരോട് കംപ്ലൈൻറ്റ് ചെയ്യും? ചേട്ടൻ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ഒരാളാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളല്ലേ? അതെ, പെണ്ണുങ്ങളിൽ നിന്നും ആണുങ്ങളിൽ നിന്നൊക്കെ അനുഭവിച്ചു. പക്ഷെ പറയുമ്പോൾ ഈ പറഞ്ഞ ചോദ്യം കറക്റ്റാണ്, ആരോട് പറയും? ഞാൻ ആരോടും ആര് കേൾക്കും? എന്നെ ആര് കേൾക്കും? അപ്പം എന്നെ ഇപ്പം എൻ്റെ ആളെ കുട്ടൻ എന്ന് പറയും. ആയിക്കോട്ടെ. ഇതാണ് ലോകം, അതാണ്. ഇപ്പം ഞാൻ ഇതൊക്കെ ഇത്രയും പറയുന്നത് കുറച്ച് ദിവസമായിട്ട് ചാനലിൽ എനിക്ക് അന്നം തരുന്ന ഇൻഡസ്ട്രി. കാരണം ഈ പറഞ്ഞവരൊക്കെ സിനിമാക്കാരാണ്. പെണ്ണായാലും ആണായാലും സിനിമയുടെ ചോറാണ് എല്ലാവരും കഴിക്കുന്നത്. ഇവർ ചങ്കിൽ നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ, ഇതിലെന്തെങ്കിലും ന്യായമുണ്ടോ? സിനിമ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ സിനിമ എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയല്ല, ഇന്ത്യൻ സിനിമയല്ല, ലോക സിനിമ ഈ പ്രവണതയൊക്കെ നടക്കുന്നതാണ്. ആരെയും കയറി പിടിക്കുന്നില്ല. എല്ലാ ഫീൽഡിലും ഇപ്പം ടെക്സ്റ്റൈൽസ് ഫീൽഡ്, എല്ലാ ഫീൽഡിലും ഇങ്ങനെയുള്ള പരിപാടികളിലെ മേലുദ്യോഗസ്ഥർ ഇവിടെ, അല്ലെങ്കിൽ ചിലപ്പം എനിക്കറിയാവുന്ന എത്രയോ പല സ്ഥാപനങ്ങളിലുണ്ട്. അവരെല്ലാം പിന്നെ സിനിമാക്കാർക്ക് മാത്രം എത്ര കൊമ്പ്? ആരും എന്നെ ഇപ്പം ഞാൻ വിളിക്കുന്നു, മോളെ എൻ്റെ കൂടെ വരുന്നു. ഇല്ല ഏട്ടാ, എനിക്ക് വേറെ പണിയുണ്ട്. തീർന്നില്ലേ? എപ്പം വരുമോ അവിടെ? ഒരിക്കലും ഇല്ല. ഇന്നലെ ഒരു കുട്ടിയുടെ ഇത് കേട്ടു. ആ കുട്ടി പറയുക, കുട്ടിയുടെ ആ പുള്ളിക്കാരത്തി ഏതോ ഒരു ന്യൂസ് 18 എങ്ങാണ്ടാ കൊടുത്തത്. ഒരുപാട് സ്ക്രിപ്റ്റൊക്കെ എഴുതി കരഞ്ഞോണ്ടാണ് പറയണേ, പലരുടെയും പറയാൻ നടന്നു. പക്ഷേ ഞാൻ രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം, ഞാൻ ഇതും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ ആവശ്യം വേറെയാണ്, അവരുടെ വേറെ ആവശ്യം പറയുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ സിനിമയിൽ ഒന്നും ആയിട്ടില്ല, അല്ല അഭിനയിക്കാൻ നടന്നു. അന്നും എനിക്ക് രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം, ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് പലരും അപ്രോച്ച് ചെയ്യും. അതുകൊണ്ട് ഞാൻ പോവില്ല, അതുകൊണ്ടാണ് രക്ഷപ്പെടാത്തത്. പിന്നെ ഇപ്പോൾ ഈ കേസ് കൊടുക്കുന്നവരെ ഇങ്ങനെ ഇപ്പോൾ ഈ അലിഗേഷൻ ഉണ്ടാക്കി മറ്റുള്ളവർക്കെതിരെ മൊഴി കൊടുത്തവർക്ക് ഇവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. ഇവർക്ക് നേരത്തെ അറിയില്ലായിരുന്നോ? അവരുടെ ഈ സിനിമാ ഫീൽഡിൽ നിന്ന് എല്ലാം നേടി ആനപ്പുറത്തിരുന്നിട്ട് ഇപ്പം അവിടെ കിടന്നിട്ട് ഒന്നും ഇപ്പം ആരും പേടിക്കണ്ട, എല്ലാം നേടി ചിന്തിച്ചില്ല. അതെ, മനസ്സിലായില്ലേ? ഇരുന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ ഈ സ്വന്തം പല്ലട കുത്തി മണക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടെന്ന് ആ കുട്ടി അതും ചോദിച്ചു. ഞാൻ പോയിട്ടില്ല, എൻ്റെ സിനിമാ ഭാവി മുരടിച്ചു പോയി. പക്ഷേ ഈ പറയുന്നതോടെ ഞാൻ യോജിക്കുന്നില്ലെന്ന് പറഞ്ഞു. ആരെയും കുറ്റം പറയാനും ഇപ്പം 2 ചേരിയായിട്ട് തലത്തിൽ ആർക്കും അധികാരമില്ല. ഇപ്പോൾ വന്ന പുതിയ വേർഡ്സ് ഉണ്ടല്ലോ, കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെൻറ്റ്, കാസ്റ്റിംഗ് കൗച്ച്. അപ്പോൾ ചേട്ടൻ എന്താ ഇതിനെപ്പറ്റി തോന്നുന്നത്? എന്താ? ഞാൻ വേറെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ വാഴ കണ്ടു. അതിനകത്ത് സ്ത്രീ സാന്നിധ്യം ഇല്ല ആ സിനിമയിൽ. ഞാൻ കുറേ നാളായിട്ട് കഴിഞ്ഞ DNA ഞാൻ അഭിനയിച്ച പടം, അതിനകത്തുണ്ട് 2-3 പെണ്ണുങ്ങളുണ്ട്. മറ്റേ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി നാഷികയുടെ പടം, നായിക അല്ലാതെ വേറെ ആരും എൻ്റെ സ്മൃണമുണ്ട്. ഈ വാഴയ്ക്കകത്ത് സ്മൃണു ഉണ്ട്. വേറെ ഇപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഗുലാം തട്ടുകട, പേരിലൊരു നായികയുണ്ട്, ഒരു സ്ത്രീ ഇപ്പം പിന്നെ റിലീസാവുന്നു.
ഒമർലുലുവിൻ്റെ പടം. അതിനകത്ത് ആ ഷീലു മാം അല്ലാതെ പുള്ളിക്കാരത്തെ അല്ലാതെ വേറെ അതിനകത്തിൽ ആരാധ്യമുണ്ട്, പേരിന് ഉണ്ട്. എന്തുകൊണ്ട് സ്ത്രീജനങ്ങളെ വയ്ക്കുന്നില്ല? പേര് കേൾക്കുമെന്ന് പേടിച്ചിട്ട് എന്തിനാ റിസ്ക് എടുക്കണത്? ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് വരുന്നവരെ പോലും വയ്ക്കാത്തൊരവസ്ഥയായി. അതെന്താണ്? അത് നേരത്തെ സ്ത്രീകൾ ഇഷ്ടംപോലെ എല്ലാ പടത്തിലും നിറച്ച് പെണ്ണുങ്ങളും ഒക്കെ. ഞാൻ ആ മിന്നായിട്ട് സീരിയൽ ചെയ്യുമ്പോൾ അതിനകത്ത് മുഴുവൻ ഇപ്പം ഈ പറഞ്ഞ പോലെ സീരിയലിൽ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങൾ. മനസ്സിലായില്ലേ? സിനിമയിൽ അതിനകത്ത് മാത്രമേ ഉള്ളൂ. സിനിമയിൽ പെണ്ണുങ്ങളെ വെച്ച് അവർക്ക് ഒന്നാമത്തെ കാര്യം സ്ത്രീ ഓഡിയൻ്റ് ഫിലിം ഇറങ്ങിയാൽ അത് വലിയ സാമ്പത്തികമായിട്ട് ഓടുന്നില്ല. അത് ഒരു മടിയാണ്. പിന്നെ ഈ പ്രശ്നങ്ങൾ അലിഗേഷൻസ് ഈ കുരിശുകളെടുത്ത് തലവെക്കുന്നത്. ഒരു സ്ത്രീ അതായത് കൂടുതൽ പ്രതികരിച്ചാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്നെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല എന്നുള്ള അങ്ങനെ ഒരു ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ ചോദിക്കുകയാണേ. എൻ്റെ അറിവിൽ ഇതൊന്നുമില്ല. എൻ്റെ അറിവിൽ അഭിനയിക്കാൻ തന്നെ ഇനി അവർ തമ്മിൽ വല്ല അന്തർധാര വല്ലതും ഉണ്ടോ എന്നുള്ളതിന് പ്രത്യക്ഷത്തിൽ ഞാൻ അഭിനയിക്കാൻ വന്ന് ഞാൻ എത്രയോ 100 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവർ തമ്മിൽ ഫോണുള്ളതല്ലേ, ഇവർ സംസാരിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ പേരിൽ ഫോണിൽ കൂടെ തന്നെ പറയാം, സോറി ഏട്ടാ എനിക്ക് പറ്റില്ല, നീ കണ്ടമൊഴി ഓടിക്കാം, നിന്റെ സിനിമയും വേണ്ട, ഒരു കോപം വേണ്ട, എനിക്ക് ഇവിടെ ഞാനിവിടെ തൊഴിലുറപ്പിന് പോയിക്കോളാം. എന്തേ പറയാത്തെ? പറഞ്ഞാൽ പോരെ, അവിടെ പ്രശ്നം തീരുമല്ലോ. ഇത് എവിടെ ഒരു വിഷയം ഇപ്പം ഒരു ദിലീപേട്ടൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായി, അതിനെ ചൂട് പിടിച്ചാണല്ലോ ഈ സംഭവങ്ങളൊക്കെ വന്നേ. അത് ക്ലിയർ ചെയ്യാനുള്ളതിനെ ബാക്കി അടച്ച് സിനിമ അങ്ങ് ഇല്ലാതാക്കുന്ന രീതിയിൽ വേറെ ന്യൂസൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ട് ചേട്ടാ അതിനകത്ത് പ്രമുഖരെന്ന് പറയുന്നു. ഈ പ്രമുഖരെന്ന് പറയുമ്പോഴും ഈ മെയിൻ തലത്തിലുള്ള താരങ്ങളുടെ എല്ലാം പേരുകൾ എല്ലാവരും മനസ്സിലേക്ക് വരും. പ്രമുഖരെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഇൻവിസിബിൾ മാനുണ്ട്, ഇൻവിസിബിൾ ആക്ടർ അല്ലേ അതിനകത്തുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു വിടുകയാണ്. ഇതിനകത്ത് ഈ 250 പേജോളം വരുന്നതിനകത്ത് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രമുഖർ എന്ന് പറയുമ്പോൾ 15 പേര്, ഇതിനകത്ത് പലരെയും പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും പ്രമുഖരായിട്ട് വരുമ്പോൾ. ഈ പ്രമുഖരെയൊക്കെ ചേട്ടനും അറിയാം. പ്രമുഖരെ ഞാൻ എനിക്കെങ്ങനെ അറിയണേ? അതല്ല ഈ പറഞ്ഞ അല്ല നമുക്ക് നിങ്ങൾ ഊഹിക്കുന്നില്ലേ ഇപ്പം ആരൊക്കെയാന്ന്? എനിക്ക് വേണമെങ്കിൽ ഊഹിക്കാം. മനസ്സിലായില്ല. ഇപ്പം ഇന്നിപ്പം കേട്ടു പിന്നെ സർക്കാരിൻ്റെ മേളിൽ ഇത് വരുന്നുണ്ട്, പ്രഷർ വരുന്നുണ്ട്, ഇതിൻ്റെ പേര് കോടതി കൊടുക്കാൻ. ഇപ്പം ന്യൂസ് ഞാൻ ഇങ്ങോട്ട് വരുന്നപ്പോൾ എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പേരറിഞ്ഞു, നാളെ ഇവർ ഈ സിനിമയിൽ അഭിനയം നിർത്തിയിട്ട് എല്ലാവരും അടപടലേ 15 പേരും കാശിക്ക് പോകും. ഒരിക്കലും ഇല്ല, വീണ്ടും സിനിമയിൽ തന്നെ കാണും. സിനിമയിൽ തന്നെ കാണുമല്ലോ, ഇല്ലേ? കാണും. ഈ ഇതിൻ്റെ പേര് പറഞ്ഞവരും ഇവിടെ നിന്നേ പറ്റുള്ളല്ലോ. അത്രയേ ഉള്ളൂ. ആരെങ്കിലും അവരുടെ കുടുംബം അവരുടെ നിങ്ങളിങ്ങനെ ആയിരുന്നോ എന്ന് കരുതി അവരുടെ ഭാര്യമാർ വരെ കളഞ്ഞിട്ട് പോവുമോ? ഒരിക്കലും പോവില്ല. ഒരിക്കലും പോവില്ലെന്ന് ഞാൻ എൻ്റെ ഭാര്യയെ സാക്ഷാത്കാരം ഞാൻ പറയാം, പോവില്ല. കാര്യം അവർക്കൊക്കെ അതിൻ്റെ ഗൗരവം എന്താണെന്നും ഇത് പിന്നെ കേൾക്കുമ്പോൾ ജനത്തിനൊരു സുഖം, പ്രത്യേകിച്ച് മലയാളം ഒരു കൊച്ചു സുഖം. അല്ലാതെ പ്രത്യേകിച്ച് ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. ആരും പറയാം എല്ലാം ടെൻഷനാണ്, എല്ലാം പാനിക്കാണ്. ഒരാൾ പാനിക്കില്ല, എല്ലാവരും കർത്തവ്യ നിരതരാണ്. അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 15 പേർ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ആരെയും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല.